ഇന്നത്തെ ഈ മനോഹരമായ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ വീടില്ലാത്തവർക്ക് വീടായും കാരുണ്യമായി പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ സാന്ത്വന സ്പർശ അവാർഡിനായി ഈ സമയത്ത് തന്നെ ഇവിടെ ക്ഷണിച്ച പ്രവാസി അസോസിയേഷൻ കോപ്പ അവരെയൊക്കെ എനിക്കറിയാട്ടാ. ഞാൻ കുറേ പ്രാവശ്യം അവിടെ പോയിട്ടുള്ള കാരണം അവരെ കാണാമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ധാരാളം പേര് ഇവിടെ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളങ്ങോട്ട് പുറപ്പെടണ്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. ഈ അവാർഡിന് കാരണബുദ്ധനായിട്ടുള്ള പൗലോസ് ദ്വിതീയൻ ബാവ ഞാൻ ഒത്തിരി പ്രാവശ്യം ബാബ തിരുമേനിയോടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒമാനിൽ വന്നിട്ട് അന്നൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛന്മായോ ഞങ്ങൾ ഒരുമിച്ചാണ് ഒമാനിൽ കുറേ സഞ്ചരിച്ചത്. വളരെ അനുഗ്രഹപ്രദമായ ഓർമ്മകൾ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ച് കഴിഞ്ഞു പോകുമ്പോഴാണ് പ്രിയമുള്ളവരെ അതിൻ്റെ ആ ഒരു പ്രകാശം വരേണ്ടത്. നിങ്ങൾ ചാവക്കാട് പോയിട്ടുണ്ടോ? സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴാണ് കാണാനായിട്ട് ഭയങ്കര ഭംഗി. ഉമ്മൻചാണ്ടി സാറ് അസ്തമിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം ലോകം തിരിച്ചറിയണത്. നമ്മളൊക്കെ അസ്തമിച്ച് പോകണം. ഉദിച്ച് കുറേ നാളൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഉദിക്കുക, അസ്തമിക്കുക. അസ്തമിച്ച് കഴിയുമ്പോഴത് റെഡ് ലൈറ്റ് ഉണ്ടല്ലോ, ആൽഫ്ര റെഡ് രശ്മികൾ. ഈ ശരീരത്തിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് അതാണ്. ഇപ്പോഴത്തെ ബാബ തിരുമേനി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ആ കോവിഡ് കാലത്ത് ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഈ ലോകം എത്ര സുന്ദരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ വരുന്നത് ഇന്നലെ ഞാൻ വന്നുള്ളൂ. ഞാൻ കൽക്കട്ടയിലായിരുന്നു. മദർ തെരേസയുടെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ വരണത്. എത്ര വർഷങ്ങളായി മദർ തെരേസ മരിച്ചു പോയിട്ട്. ആ കബറിടത്തിൽ ഇന്നലെ ബലിയർപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. രാവിലെ ഒരു 6 മണിക്ക് അവിടെ എത്തുമ്പോൾ ആ പഴയ വീട്, മദർ താമസിച്ച ആ പഴയ വീട് അതുപോലെ മദർ താമസിച്ച സ്ഥലം ഈ സ്റ്റേജിൻ്റെ ഒരു ചെറിയ ഇത്ര ഭാഗമുള്ളൂ മദർ താമസിച്ച മുറി ഇപ്പോഴും ഉണ്ട് അവിടെ. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, കാലത്ത് 6:30 കുർബാനയ്ക്ക് ആ മദറിൻ്റെ കബറിടമുള്ള പള്ളിയിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ പുറത്ത് 10-200 പേര് ഇരിക്കുക ബ്രെഡിനും പഴത്തിനും വേണ്ടി, ഇന്നും വിശക്കുന്നവരെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ താമസിക്കാൻ വീടും 3 നേരമില്ല 4 നേരമില്ല 5 നേരം കഴിക്കാം ഭക്ഷണം കിട്ടിയിട്ടും ആ വീടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തല്ലൂട്ടാണ്. ഇന്ന് ചിക്കൻ വെച്ചാൽ മതി, പറ്റില്ല ഇന്ന് ബീഫ് വയ്ക്കണം, ബീഫ് വെച്ചാൽ പറ്റില്ല, എനിക്ക് പച്ചക്കറി വേണ്ട. തിക്കും തിരക്കും ബഹള. എന്ത് വെക്കണം എന്ന് ആലോചിച്ചിട്ട്. വെക്കാനൊന്നുമില്ലാത്തവരുടെ വീട്ടിലൊരു വഴക്കുമില്ല. കാരണം ഒന്നുമില്ലല്ലോ. എവിടെയോ വഴക്കുണ്ടാവണമെന്നറിയോ? കാശ് കൂടുതലുള്ള വീട്ടിലാണ് വഴക്ക്. കാശില്ലാത്ത വീട്ടിൽ കാശിനെ പ്രതി ഒരു വഴക്കില്ല, കാശുമില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, 36 വർഷമായി അച്ഛനായിട്ട്. ഞാൻ ഈ മരിച്ചിട്ട് ശവടപ്പിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമം പ്രയാസങ്ങളൊക്കെ അല്ലേ. പക്ഷേ ചില ശവടപ്പിനൊക്കെ പോകുമ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്കാറുണ്ട്, പുറത്ത് കാണിക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോണപ്പെട്ട് കിടക്കണ കിടപ്പുണ്ട്. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടോണില്ല. ഒരു 10-25 ഏക്കർ സ്ഥലവും ഈ വീടും സർവ്വതും ഇവിടെ ഇട്ടിട്ട് പോവല്ലേ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഉള്ളിൽ ലോനപ്പേട്ട തൻ്റെയൊക്കെ ഒരു കാര്യം എന്തൊട്ടിപ്പോൾ ഉണ്ടായത്, സത്യമായിട്ട് ചിരിപ്പിക്കരുതെന്നാണ് ഞാൻ ലോകത്തോട് പറയാനുള്ളത്. ചിരി വരും നമ്മുടെ ഉള്ളിൽ. എന്താ നഷ്ടല്ല അയാൾക്ക്? ഈ സ്ഥലം തന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു പോയിട്ടും ചിരിക്കുണ്ടാവും. ബാബ തിരുമേനിയുടെ എത്രയോ പ്രസ്ഥാനങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യർക്ക് വീടല്ല പ്രാവെച്ചുള്ള സാവെച്ചുള്ള എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ. അതുവഴി എത്ര മനുഷ്യർ ചിരിക്കുന്നു. ഈ ചിരിക്കണോ, ഈ കരഞ്ഞിരിക്കണ മനുഷ്യനാണ് അധികം ചിരിക്കാൻ പറ്റണില്ല. ഇന്ന് പിള്ളേർക്ക് ചിരിക്കണ്. മന്ത്രി പിള്ളേർക്ക് ചിരിക്കുക. എന്താ കാരണം? എന്നാ ഉദയെന്ന് ഇന്ന് ഞാനിവിടെ വന്നിറങ്ങിയപ്പോയിട്ടില്ല. പിള്ളേര് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേൾഡ് കപ്പ് കാണണം, അതുകൊണ്ട് ഞങ്ങൾക്ക് അവധി വേണം. അവധി
പിന്നെ എന്നിട്ടെന്നറിയാ, പള്ളിയിൽ വിആർഎസിനെ വിളിച്ചിരിക്കുകയാണ്. വിആർഇച്ചാ സ്കൂളില്ല, ഇന്ന് കുർബാനയില്ല. അതിനും അവധി. വീട്ടിൽ നമ്മുടെ പള്ളി പോടാ, ഇന്നെല്ലാം അവധിയാണ്, കുർബാനയില്ല. അമ്മ പറഞ്ഞു എനിക്കും അവധി, അടുക്കളയും അവധി ഇല്ല, ഇന്നുമില്ല, ഭക്ഷണവും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിലെ സന്തോഷമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പക്ഷേ എത്ര പേർക്ക് ഇതുണ്ട്? ഈ വീട്ടിൽ താമസിക്കുന്നവർക്കല്ല, ഈ വീട് താമസിക്കാൻ വേണ്ടി ദാനം ചെയ്തവർക്കുണ്ടല്ലോ, അവർക്കാണ് സന്തോഷം. ഇവിടെ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ സന്തോഷം അവർക്കാണ് സന്തോഷം. ഞാൻ ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഇടില്ല, അതിൽ ഓരോ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോട്ടെ. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം 1-ാം ദിവസം 6-ാം ദിവസം സൃഷ്ടിച്ചു. ഒരു വാചകം പറയുന്നുണ്ട്, പോയി നോക്കിയോളൂ. എന്താണെന്നറിയോ? എല്ലാം നന്നായിരിക്കുന്നു. എന്തായിരിക്കുന്നു? എല്ലാം. ഇങ്ങനെ നമ്മുടെ ജീവിതം കഴിയുമ്പോൾ പറയാൻ പറ്റണം എന്തെന്ന്? എല്ലാം നന്നായിരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും? കുറെ കഴിയുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയാൻ എത്ര അപ്പന് പറ്റും? എത്ര അമ്മയ്ക്ക് പറ്റും? എല്ലാം നന്നായിരിക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ ആവശ്യം. നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് മനുഷ്യർ എല്ലാം നന്നായിരിക്കും. നമ്മളൊക്കെ പോണം. നമ്മളിപ്പോൾ എത്ര കാലം ഇവിടെ ഉണ്ടാവുന്ന ഇല്ല, നമുക്ക് പോണം. ഞാനൊരു കൊച്ചു കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ഒരിക്കലും കാട് തീ പിടിച്ചിട്ട് എല്ലാവരും ഓടുകയാണ്, പാട്ടിന്ന് ജീവൻ പ്രാണം ഓടുകയാണ്. ആ സമയത്ത് ഒരു കൊച്ചു കുരുവി അവിടെ അടുത്ത അരുവിയിൽ പോയിട്ട് ഇത്തിരി വെള്ളം കൊക്കിൽ കൊണ്ടുവന്നിട്ട് ഈ കാടിൻ്റെ മീതെ തെളിക്കുക. എന്തിനാ? കാടിൻ്റെ തീ അണയ്ക്കാൻ. ചിരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സിംഹം അത് കണ്ടിട്ട് എന്തുട്ടി കാണിക്കണേ? അല്ല, ഞാൻ ഈ കാട്, നീ ഇപ്പം ഈ വെള്ളം കൊണ്ടൊഴിച്ചിട്ട് ഈ കാട് എന്തുട്ട് ഈ കാണിക്കണേ? എന്താ കാര്യം ഇതുകൊണ്ട്? അപ്പോഴാണ് ആ കുരുവി പറഞ്ഞത്, സംഭവം ഞാനിപ്പോൾ ഇത് ഒഴിച്ചാൽ തീയൊന്നും കെടില്ല, പക്ഷേ ഇത് ഒരിക്കൽ കെടും. ഞാനിവിടുന്ന് പറന്നു പോകും, എനിക്ക് ചിറകുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറന്നിട്ട് തീയൊക്കെ കെട്ട് കഴിഞ്ഞിട്ട് ഈ കാട്ടിലേക്ക് വരും. അപ്പം കാട് എന്നോട് ചോദിക്കും, എനിക്ക് തീ പിടിച്ചപ്പോൾ നീ എന്താ ചെയ്തേ? അപ്പം ഞാൻ പറയും, ഐ ഡിഡ് മൈ ബെസ്റ്റ്. അത്ര വേണ്ടു, ഐ ഡിഡ് മൈ ബെസ്റ്റ്. ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ ഡേവിസ് ശർമ്മ, ഞാൻ ആഗ്രഹിക്കണത് എന്താണെന്നറിയാം? ബൈബിളിൽ ഒരാളാവാണ്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കണത്. ആരാന്നറിയോ? തിരുമേനി, ബാബ തിരുമേനിയോട് ഞാൻ പറയാം, ഞാൻ ബൈബിളിൽ ഒരാളാവാണ്ടിരിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് നടക്കണം. ആളാരാന്നറിയോ? ഒരച്ഛനാ. ആ അച്ഛനാവല്ലേന്ന് കരുതിയിട്ടാണ് നടക്കണേ. ഏതാ അച്ഛനറിയാം? ആ സമരക്കാരൻ്റെ മുമ്പേൽ വഴി കൂടെ പോയൊരച്ഛൻ. സമരക്കാരൻ വഴി കെടുക്കുമ്പോഴേ എന്തിനാ കർത്താവ് അച്ഛനെ അവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. വെറുതെ ആവശ്യമില്ലാണ്ട് മനുഷ്യർക്ക് സമാധാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ബൈബിളെ വായിക്കാൻ തുടങ്ങുമ്പോൾ പള്ളിയിലെ ആൾക്കാരൊക്കെ പറയും. അപ്പോൾ ആ വഴിയിൽ കൂടെ പറയും അച്ഛൻ പറയല്ല, ആ വഴിയിൽ കൂടെ പറയച്ചോ അതെന്ത് നിർത്തണേ? അല്ല, ആ വഴിയിൽ കൂടെ ഒരു പുരോഹിതൻ വന്നു എന്നിട്ട് മറ്റേ വഴി കൂടെ പോയി. ഞാൻ എന്നും കർത്താവേ അച്ഛനാക്കല്ലേ എന്ന് പറഞ്ഞ് അച്ഛനാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ. അച്ഛനാവല്ലേന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ അച്ഛൻ ഒരിക്കലും ഞാനാവരുത്. സംഭവം കർത്താവടക്കം പറഞ്ഞു, നീ പോയിട്ട് കുർബാന ചെല്ലിട്ട് കാര്യമില്ലടെന്ന്. അവിടെയാണ് തിരുമേനിയും പറഞ്ഞ വാക്ക്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു കൊച്ചു കുരുവിക്ക് ഇത്തിരി വെള്ളം കൊടുത്താൽ, ഒരു ചെടിയുടെ കിടക്കത്തിരി വെള്ളം ഒഴിച്ചാൽ, നിങ്ങളൊരു മനുഷ്യൻ അവിടെ നിന്ന് വേദനിക്കും. എന്തുട്ടടാ എന്ന് ചോദിച്ചാൽ, എന്തുട്ട നിന്റെ വിഷമെന്ന് പറഞ്ഞാൽ, അതൊക്കെയാണ് ഈ ലോകത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. ഒരിക്കലേ ഒരു ടീച്ചർ ക്ലാസ്സിൽ കുട്ടികൾ കംപ്ലൈൻറ്റ് പറഞ്ഞു, ടീച്ചറെ എൻ്റെ പേന കാണാനില്ല. ടീച്ചർ പറഞ്ഞു, ആരുടെ അവൻ്റെ പേന എടുത്തില്ല, കൊടുക്കണേ. കുട്ടികളാരും വിടണില്ല. ടീച്ചർ പറഞ്ഞു, പേന എടുത്തോനെ കിട്ടണവരടിയാണ്. ആരെ കൊടുക്ക്? ആരും കൊടുക്കില്ല. കുറച്ച് വരിയായിട്ട് എല്ലാവരും വരിയായിട്ട് എല്ലാ പിള്ളേരും ഒന്നും. ടീച്ചർ ചൂരിലെടുത്തു, കഴിഞ്ഞിട്ട അടിയാണ്. പേന എടുത്തത് ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അടിയാണ്. അടിച്ചടിച്ച് ഓരോ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പോവാ. കുറച്ചേ പൊരുത്തൻ, ഞാനാണ് ടീച്ചർ. അപ്പം നിനക്ക് അറിയാല്ലേ, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു.
കയറ്റി നിരിച്ച് ചുട്ടടിയാണ്. ആ ചുട്ടടി കുട്ടിയാ ഞങ്ങളിൽ അവൻ അങ്ങനെ നിൽക്കുക, ഭയങ്കര അടിച്ചിട്ട് കരയിലില്ല അവൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്ലാസ്സിൽ ഒരുത്ത് എഴുന്നിട്ട് പറഞ്ഞു, ടീച്ചർ അവനല്ല, ഞാനാണ് പേന എടുത്തത്, ഇതാണ് പേന. അപ്പൊ ടീച്ചർ ഈ അടിച്ച കുട്ടീനെ നോക്കി, മോനെ അപ്പൊ നീ അല്ലേ? അപ്പൊ അവൻ പറഞ്ഞു, അല്ല ടീച്ചറെ, ഇതാണ് പേന, ഞാനെടുത്തത്. അപ്പോൾ നീ എന്തിനാ മോനെ ഇങ്ങനെ? അപ്പം ആ കുട്ടി പറഞ്ഞു, ടീച്ചർ എല്ലാവരും അടിക്കണ കണ്ടോ, അപ്പോൾ എനിക്ക് വിഷമായി. ഞാൻ അടിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ടീച്ചർ ബാക്കിയുള്ളവരൊന്നും അടിക്കില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ നുണ പറഞ്ഞതാ. ഇങ്ങനത്തെ നുണ പറയാൻ അനുവാദം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഇങ്ങനത്തെ നുണ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളാം. ഒരച്ഛനും നുണ പറയാൻ പ്രേരിപ്പിക്കാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നുണകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളൂ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബാബ തിരുമേനി, നമ്മുടെ അഭിമാനമായിട്ടുള്ള ഗതാഗത മന്ത്രി ഇവിടെ ഇരിക്കുന്ന വേദിയിൽ വെച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, എൻ്റെ സ്നേഹിതരാണ് ഈ കോപ്പ, എന്തിട്ട് കോപ്പയാണ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പേര് അങ്ങനെ ആയിപ്പോയിടാ മോനെ, എന്താ ചെയ്യുക കോപ്പ. പക്ഷേ ആ പേരിലല്ല, അവരുടെ പ്രവൃത്തിയിലാണ്. ഞാൻ അവരുടെയൊക്കെ വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത്. ഈ ദുബായിൽ ചെന്ന ഇവർ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഇവർ കഞ്ഞി കുടിച്ച എൻ്റെ ശരീരമാണ് ഈ നിൽക്കണത്. എനിക്ക് വേറെ വീടില്ല, എനിക്ക് വീട് വേണ്ട, എനിക്ക് ഭക്ഷണവും വേണ്ട, എല്ലാം തരാൻ ആൾക്കാരുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തോട് നന്ദി പറയാമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ചെന്നാൽ പറയും, അച്ഛനെ കാശ് കൊടുക്കണ്ടട്ടാ, ഞാൻ കൊടുത്തോളാന്ന് പറയും. എവിടെ പോയാലും ഈ ലോകത്തിൽ 34 രാജ്യങ്ങൾ ഇപ്പോൾ പോയി, അവിടെയൊക്കെ നമ്മുടെ മലയാളിയുണ്ടേ, ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട്, അവിടെ ഒക്കെ ഓടിക്കൂടും. ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്. എവിടെ പോയി എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓടി വന്ന് സെൽഫി എടുക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അവർ ഓടി വരും, അച്ഛൻ ഒരു സെൽഫി എടുക്കട്ടെ. ഹിന്ദു സഹോദരങ്ങളാ. ഞാൻ മാർപ്പാപ്പയുടെ അടുത്തേക്ക് പോയത് ലോക സർവമത സമ്മേളനത്തിന് പോയപ്പോൾ പാണക്കാട് നമ്മുടെ തങ്ങളും ശിവഗിരി ആശ്രമത്തിലെ സ്വാമിയും പിന്നെ ഞാനുമാണ് മാർപ്പാപ്പനെ കാണാനായിട്ട് പോയത്. എന്തിനാ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല, ഒരു അച്ഛൻ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയത്. ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതം. ഇപ്പോൾ ഈ അവാർഡ് കിട്ടുമ്പോഴും എനിക്കേറെ സന്തോഷം. ഇപ്പം എന്നോട് ഇങ്ങനെ രോഗികൾ കുറേ പേരൊക്കെ വിളിക്കുന്നത്, അടുത്ത അവാർഡ് കിട്ടുമ്പോൾ ആ പൈസ തരാട്ടാ എന്നിട്ട് ഇപ്പോൾ ഈ അവാർഡിൻ്റെ പൈസയ്ക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞു, അവാർഡ് കിട്ടിയാൽ തരാൻ ചേട്ടാ. അപ്പോൾ ഓരോരുത്തരും അച്ഛന് അവാർഡ് അതുകൊണ്ടാണെന്ന് അറിയില്ല ഈ അവാർഡൊക്കെ കിട്ടണത്. അതായത് കിട്ടണ കാര്യം വരുമ്പോൾ അവിടെ നിന്നോട്ടാ, ഞാൻ കൊണ്ടുവന്ന് തരണ്ട്. പ്രിയമുള്ളവരെ, സന്തോഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്ര വലിയ വീട് പണിതിട്ട് കാര്യമില്ല. പാല വഴിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുമ്പോഴാണ് എൻ്റെ ഡ്രൈവർക്ക് മാറി നിർത്തിയിട്ട് വേണം, ചൂടൊരു വലിയ വീട് പണിയുണ്ട്, അച്ഛനൊന്ന് കാണണം. എന്തുകൊണ്ട് അത്ര പ്രത്യേകത? ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഒരു പ്രദേശം നിറച്ച് വീടാ. പറഞ്ഞു, ഈ വീട് പ്രത്യേകത അച്ഛനറിയോ? ഇല്ല. 126 വാതിലാണ് അച്ഛാ ഈ വീട്ടില്. 126 വാതില്. അപ്പൊ ജല്ലത്രയുണ്ടാവും, രണ്ടും കൂടി കൂട്ടിയൊക്കെ. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞു ഭയങ്കര കഷ്ടാവട്ടാ. എന്ത് കഷ്ടാവും? എടമോനെ, നേരം വെളുക്കുമ്പോ അപ്പൻ പറയും, മോനെ പോയി എല്ലാ വാതിൽ തുറക്കണ. ചെക്കൻ വാതിൽ തുറക്കാൻ പോയിട്ട് വരുന്നത് വൈകുന്നേരാ. അപ്പൊ വാതിലടക്കടാ, നേരെ ഇരുട്ടി. അതടച്ചിട്ട് വരുമ്പോ ഈ കുട്ടിക്ക് വല്ല പണിക്ക് പോകാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ അതൊക്കെ കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.